നബി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്തായിരുന്നു? അതാണ് ത്വരീഖത്ത്. അതും പിൻപറ്റേണ്ടതാണ്, അതാണ് പിൻപറ്റേണ്ടത്. അത് പിൻപറ്റുമ്പോഴാണ് എന്ത് പറയണത്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ വഴികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ബാഹ്യമായ പാത അള്ളാഹുവിലേക്കുള്ള വഴി സബീൽ കാണിച്ചു കൊടുത്തു, അതിനെയും പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് തന്റെ മാനസികമായ അവസ്ഥകളെ, അവരുടെ ആന്തരികമായ അവസ്ഥകൾ, അത് അള്ളാഹുവിലേക്ക് എങ്ങനെയായിരിക്കണം എന്ന വഴി സബീൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനെയും പിൻപറ്റിട്ട് അപ്പോൾ ത്വരീഖത്ത് പൂർത്തിയാകുന്നുള്ളൂ. ഇനി നോക്കാം, ഇസ്തിഖാമത്ത് പറഞ്ഞ മറ്റൊരു വഴി, മറ്റൊരു ഭാഗം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ഭാഗം ഇസ്തിഖാമത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ്. അപ്പൊ ഈമാൻ എന്താണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു